ബീഹാറിൽ മിന്നലേറ്റ് 3 സ്ത്രീകൾ മരിച്ചു. പാടത്ത് നെല്ല് വിതയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുകയാണ്. ജമ്മുകാശ്മീരിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആകാശ സർവേ നടത്തും. ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മുകാശ്മീർ സംസ്ഥാനങ്ങളിൽ മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രളയക്കെടുതിയിലാണ്. പലയിടങ്ങളിൽ മണ്ണിടിച്ചിൽ, മേഘവിസ്ഫോടനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ജമ്മുകാശ്മീരിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നു. അദ്ദേഹം അവിടെ ആകാശ സർവേ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഏത് തരത്തിലുള്ള സഹായങ്ങൾ ഉണ്ടാവും? ക്രിസ്റ്റീന, ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത് ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ സംസ്ഥാനങ്ങളിലാണ് മഴക്കെടുതി. ഈ ജമ്മു കശ്മീരിൽ മാത്രം ഏതാണ്ട് 170 പേർക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ പ്രധാനമായും കത്ര, കിഷ്ത്വാർ മേഖലകളിലാണ് കൂടുതൽ ദുരന്തം ബാധിച്ചത്. അവിടെയാണ് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമൊക്കെ കൂടുതലായിട്ടുണ്ടായതും. ഈ മേഖലകളായിരിക്കും അമിത്ഷാ ഇന്ന് ഏരിയൽ സർവേ നടത്തുക. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹയും ഒപ്പമുണ്ടാകും. ഈ പ്രദേശങ്ങളൊക്കെ ഹെലികോപ്റ്ററിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാണും. നേരത്തെ തന്നെ പ്രത്യേക പാക്കേജ് ജമ്മു കശ്മീരിന് നൽകണമെന്ന് മുഖ്യമന്ത്രിയും ലഫ്റ്റനന്റ് ജനറൽ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഈ ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ ഈ സംസ്ഥാനങ്ങളിൽ 3 ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ നാശം വിതച്ചത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ഏതാണ്ട് 1000-ലധികം ഗ്രാമങ്ങളാണ് വെള്ളത്തിനടിയിലായത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയോട് 60,000 കോടി രൂപ അത് കേന്ദ്ര വിഹിതം നൽകാനുള്ളതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന 60,000 കോടി രൂപ അത് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ബീഹാറിലും ഇപ്പോൾ മിന്നലേറ്റ് 3 സ്ത്രീകൾ മരിച്ചുവെന്ന് ആണ് മനസ്സിലാക്കുന്നത്. ദനിയാൽപൂർ എന്ന ഗ്രാമത്തിൽ അവിടെ പാടത്ത് നെല്ല് വിതയ്ക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടമുണ്ടായത്. 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഡൽഹിയിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് യമുന നദി ഇപ്പോഴും അപകട നിലയ്ക്ക് മുകളിലാണ് ഒഴുകുന്നത്. ശരി. ഉത്തരേന്ത്യയിലെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് നൽകിയത്.